യേശു എന്തിനാണ് ലാസറിനെ ഉയർപ്പിച്ചത്? കർത്താവിനെ ജീവൻ്റെ ജീവനായി സ്നേഹിച്ച ഒരു കുടുംബമായിരുന്നു അവരുടേത്. ലാസറിൻ്റെയും മാർത്തയുടെയും മറിയുടെയും. ഒരു സഹോദരന് സ്നേഹനിധികളായ 2 പെങ്ങന്മാർ. ആ കുടുംബം യേശുവിനെ ജീവൻ്റെ ജീവനായി സ്നേഹിച്ചിരുന്നു. തങ്ങളുടെ കുടുംബത്തിലെ ഒരു ജ്യേഷ്ഠനെ പോലെ കരുതിയിരുന്നു. തങ്ങളുടെ ഭവനത്തിൻ്റെ വാതിൽ പലപ്പോഴും കർത്താവിന് വേണ്ടി അവർ തുറന്നിരുന്നു. ഏറ്റവും വലിയ ആദരവ് കർത്താവിൻ്റെ പാദപീഠത്തിൽ നിർവഹിച്ച ശ്രേഷ്ഠയായിരിക്കുന്ന ഒരു ദൈവദാസിയായി ആ കുടുംബത്തിലെ മറിയ വിശുദ്ധ വചനത്തിൻ്റെ വഴികളിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നുമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ അവർക്ക് യേശു എന്ന് പറയുന്ന വ്യക്തി അവരുടെ ജീവൻ്റെ ജീവനായിരുന്നു. സ്നേഹത്തിൻ്റെ ഇഴയെടുപ്പങ്ങൾ കൊണ്ട് അവർക്ക് കർത്താവിനോട് ആഴമായൊരു ബന്ധമുണ്ടായിരുന്നു. തൻ്റെ ജീവനായവൻ, തൻ്റെ സ്നേഹമായിരിക്കുന്നവൻ മരണപ്പെടുന്നു എന്നുള്ളതായൊരു സാഹചര്യത്തിൽ യേശു അവൻ്റെ മരണത്തെയാണ് സത്യത്തിൽ ഒരു അത്ഭുതമാക്കി മാറ്റുന്നത്. തൻ്റെ ശക്തി വെളിപ്പെടുത്തുന്നു എന്നതിനേക്കാൾ അപ്പുറത്ത് തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നൊരു ദുരന്തത്തെയാണ് നസ്രായൻ ഒരു വലിയ സംഭവമാക്കി അവിടെ രൂപാന്തരപ്പെടുത്തുന്നത്. നമുക്ക് കർത്താവിനോട് മറ്റുള്ളവരെക്കാൾ ഉപരിയായിരിക്കുന്നൊരു ഇഴയെടുപ്പമുണ്ടെങ്കിൽ, ഒരു ആത്മബന്ധമുണ്ടെങ്കിൽ, ആത്മാർത്ഥമായൊരു സ്നേഹമുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഭവിക്കുന്ന ഏതൊരു സാഹചര്യത്തിനപ്പുറത്തും നമ്മുടെ കർത്താവിൻ്റെ കരത്തിൻ്റെ ഒരു ഇടപെടൽ സുനിശ്ചിതമായിട്ടും ഉണ്ടാകും. അത് സൃഷ്ടിക്കപ്പെടുന്നത് പ്രാർത്ഥനയുടെ കൂടുതൽ കൊണ്ടോ അന്യഭാഷകളുടെ വലിപ്പങ്ങൾ കൊണ്ടോ ആരാധനയുടെ ശക്തി കൊണ്ടോ ഒന്നുമല്ല, സ്നേഹത്തിൻ്റെ വലിപ്പം കൊണ്ടാണ്. സ്നേഹം കൊണ്ട് മാത്രം നമുക്ക് ദൈവസന്നിധിയിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ആത്മാർത്ഥമായിരിക്കുന്ന ഒരു കണക്ഷനുണ്ട്. ആ ഒരു ബന്ധുത്വത്തിലേക്ക് നാം എത്തുമ്പോഴാണ് ഇത്തരത്തിലുള്ള മഹാത്ഭുതങ്ങൾ ഭവിക്കുന്നത്. സാധാരണ നിലയിൽ ദൈവത്തിൻ്റെ കരത്തിൻ്റെ ഇടപെടലുകളേക്കാൾ അസാധാരണമായ നിലയിൽ ദൈവത്തിൻ്റെ ഹൃദയം നമുക്ക് വേണ്ടി പ്രവർത്തിക്കാനും ദൈവത്തിൻ്റെ കരം നമുക്ക് വേണ്ടി ചലിക്കുവാനും എപ്പോഴാണ് സന്നദ്ധമാവുക എന്ന് ചോദിച്ചാൽ, സാധാരണ നിലയിൽ കവിയുന്നൊരു സ്നേഹബന്ധത്തിലേക്ക് നാം നമ്മുടെ പിതാവിനോട് അടുത്ത് ഇടപഴകുമ്പോഴാണ്. യേശുവിന് ആ കുടുംബത്തിൻ്റെ സ്നേഹം അത്രമേൽ കർത്താവിനെ അത് സ്വാധീനിച്ചിരുന്നു. അവരുടെ ആത്മാർത്ഥത കർത്താവിൻ്റെ ഹൃദയത്തിൽ ഇടം പിടിച്ചിരുന്നു. ഇന്നെന്നെ കേൾക്കുന്ന എല്ലാവരോടുമായിട്ട് ഞാൻ പറയട്ടെ, യേശുവിൻ്റെ ഹൃദയത്തിൽ ഇടം പിടിക്കുന്നൊരു ബന്ധമുണ്ടാക്കാൻ നമുക്ക് ഇന്നത്തെ ദിവസം സാധിക്കട്ടെ. ഇന്നത്തെ പ്രവചനദൂത് നമ്മളെ വലിയൊരു ദൈവിക സത്യത്തിലേക്കും വലിയൊരു ദൈവിക അനുഗ്രഹത്തിലേക്കുമാണ് കൂട്ടിക്കൊണ്ടുപോകുന്നത്. പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുവിൻ്റെ മഹത്വം നിറഞ്ഞ നാമത്തിൽ ഇന്നത്തെ പ്രവചനദൂതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. യെരുശലേം എന്ന് പറയുന്ന ഭക്തിസാന്ദ്രമായ നഗരത്തിൻ്റെ പടുകൂറ്റൻ കല്ലുകളാൽ പടുത്തുയർത്തി വെച്ചിരിക്കുന്ന പടുകൂറ്റൻ ബിൽഡിങ്ങുകൾ അതിങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന യെരുശലേമിൻ്റെ ആ നഗര തിരക്കുകളിൽ നിന്നെല്ലാം മാറി പലപ്പോഴും ശാന്തസുന്ദരമായിരിക്കുന്നൊരിടത്ത് വിശ്രമിക്കുവാൻ വേണ്ടി യേശുവിൻ്റെ മനസ്സ് വെമ്പൽ കൊണ്ടിരുന്നു. ശബ്ദകോലാഹലങ്ങളാൽ നിറഞ്ഞ ആ ജനസമൂഹങ്ങൾ തിങ്ങിപ്പാർക്കുന്ന നഗരത്തിൽ നിന്നും മാറി ഏതാണ്ട് ഒരു 2.25 കിലോമീറ്ററോളം, ഒരു 3 കിലോമീറ്ററിനകത്ത് മാത്രം ദൂരപരിധിയിൽ ഉൾപ്പെടുന്ന ഒരു ചെറിയൊരു ഗ്രാമം ഈ യെരുശലേമിന് അപ്പുറത്തായിട്ടുണ്ട്. ആ ഗ്രാമത്തിൻ്റെ പേരായിരുന്നു ബഥാനിയ. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം തിരക്കുകളുണ്ടെങ്കിലും, എന്തെല്ലാം ജീവിതത്തിലെ തിടുക്കങ്ങൾ നമ്മളെ അലട്ടുന്നുണ്ടെങ്കിലും, നമുക്കെവിടെയോ ഒരു വിശ്രമവേദി ഉണ്ടാകേണ്ടതിൻ്റെ അനിവാര്യത ഇത് നമ്മളോട് പറയുന്നുണ്ട്. എവിടെയോ നമുക്കൊരു മാറിയിരിക്കാൻ, എവിടെയൊക്കെയോ നമുക്കൊന്ന് സ്വസ്ഥമാകാനുള്ള കൃത്യമായൊരു ഇടവേളയുടെ ഇടം ഉണ്ടാക്കിയെടുക്കണം. കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്നതിലല്ല, കൃത്യമായ ജീവിതത്തിൽ ഇടവേളകളെ ചിട്ടപ്പെടുത്തുന്നതും ഒരു പരിപൂർണ വിജയ വഴിയിലൂടെ കടന്നു പോകുന്നൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എടുക്കുന്ന ഏറ്റവും വിജയകരമായ ഒരു ചുവട് തന്നെയാണ്, ഒരു തീരുമാനം തന്നെയാണ്. ഒലിവ് മരങ്ങൾ വളർന്നു നിൽക്കുന്ന അതിൻ്റെ തണലുകളിലൂടെ ഇങ്ങനെ നാടൻ വഴികൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്ന ആ ഇടങ്ങളിലൂടെ യേശു ഇങ്ങനെ നടന്നുപോയി. ആ നഗരത്തിലേക്കും തിരിച്ചും ഇങ്ങനെ സഞ്ചാരികളായിരിക്കുന്ന നിരവധി പേർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ആ വഴിയിൽ നിന്നും മാറി മാറി മെല്ലെ മുന്നോട്ടേക്ക് കടന്നു പോകുമ്പോൾ ബഥാനി എന്ന് പറയുന്ന ഒരു ശാന്തസുന്ദരമായിരിക്കുന്ന ഗ്രാമം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ കണ്ണിന് മുമ്പിൽ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുകയാണ്. ആ ഗ്രാമത്തിൽ കേവലം യെരുശലേം നഗരത്തിലെ പോലെ വലിയ കൽഭിത്തികളൊന്നുമില്ലാത്ത മണ്ണിൽ ഇങ്ങനെ സാധാരണ നിലയിൽ പണിതുയർത്തി വച്ചിരിക്കുന്ന ഒരു കുഞ്ഞു വീട്. ആ വീടിൻ്റെ പരിസരങ്ങൾക്ക് ചുറ്റും ഇങ്ങനെ വേണം കല്ലുകളൊക്കെ ചെടികളുമൊക്കെയായി ഇങ്ങനെ അലങ്കരിച്ചിട്ടുണ്ട്.
അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ ഒലിവ് വിളക്കിൻ്റെ ആ പ്രകാശം കൊണ്ടും ആ ഒലിവെണ്ണയുടെ ഗന്ധം കൊണ്ടും നിറഞ്ഞിരിക്കുന്ന, ഒപ്പം ആ മണ്ണിൻ്റെ ഗന്ധത്താലും നിറഞ്ഞിരിക്കുന്ന ഒരു സാക്ഷാൽ നാടൻ അന്തരീക്ഷത്തിലുള്ള ഒരു കുഞ്ഞു വീട്. ആ വീട്ടിലേക്കാണ് മാർത്ത എന്ന് പറയുന്ന ലാസറിൻ്റെ സഹോദരി യേശുവിനെ വളരെ ആദരവോടുകൂടെ ക്ഷണിച്ചത്. വിശുദ്ധ ബൈബിളിൽ ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 38-ാമത്തെ വാക്യത്തിൽ നമ്മളിത് കാണുന്നുണ്ട്. മാർത്തയായിരുന്നു യേശുവിനെ ആ വീട്ടിലേക്ക് ക്ഷണിച്ചത്. അത് ഒരു വലിയ ചുവടുവെപ്പായിരുന്നു, ജീവിത വിജയത്തിൻ്റെ ചുവടുവെപ്പായിരുന്നു. വീടിൻ്റെ വലിപ്പമോ സാഹചര്യമോ ഒന്നുമല്ല, യേശുവിൻ്റെ വലിപ്പം അവൾ കണ്ടു. ആ ജീവിതത്തിൻ്റെ ഇടുങ്ങിയ സാഹചര്യത്തിലേക്കാണെങ്കിൽ പോലും യേശു കടന്നു വരേണ്ടതിൻ്റെ ആവശ്യകത അവൾ തിരിച്ചറിഞ്ഞു. ഇന്ന് നിങ്ങൾ കർത്താവിന് നൽകുന്ന ക്ഷണക്കത്ത് നാളത്തെ വലിയ ചില ചലഞ്ചുകളുടെ മുമ്പിൽ നിങ്ങൾക്കുണ്ടാകുന്ന ഏറ്റവും വലിയ സൊല്യൂഷനാണ്. ഇന്ന് നമ്മൾ കർത്താവിനെ ക്ഷണിച്ചാൽ, ഇന്ന് യേശുവുമായി നാം പങ്കിടുന്ന നിമിഷങ്ങൾ, ഇന്ന് കർത്താവുമായി നാം ചെലവിടുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ നല്ല സമയങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ നമ്മളെക്കൊണ്ട് കൂട്ടിയാൽ കൂടാത്ത ചില വല്ലാത്ത വൈതരണികളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ആശ്വാസത്തിൻ്റെ നിക്ഷേപങ്ങളായിട്ടാണ് ഇപ്പോൾ നാം കർത്താവിൻ്റെ കൂടെയായിരിക്കുന്ന സമയങ്ങൾ രൂപാന്തരപ്പെട്ടു വരുന്നത്. ഒരു വിധത്തിൽ പറഞ്ഞാൽ അത് വിത്തുകളാണ്. നാളെ അത് കിളിർക്കും. ഇന്ന് കർത്താവിനോട് കാണിക്കുന്ന സ്നേഹം, ഇന്ന് യേശുവിൻ്റെ കൂടെ നാം ചെലവഴിക്കുന്ന സമയം നാളത്തെ നല്ല കാലത്തിൻ്റെ വിളനിലങ്ങളായി മാറുക തന്നെ ചെയ്യും. നമ്മുടെ കണ്ണ് നിറയുന്ന, നമ്മുടെ മനസ്സുലയുന്ന ഏത് സങ്കടരാശിയിലും നമ്മുടെ കർത്താവ് നിസ്സഹായനായി നമ്മെ തള്ളിക്കളഞ്ഞിട്ട് പോവുകയില്ല. ഈ പരിചയം ഒരു വലിയ വിശാല ബന്ധത്തിലേക്ക് യേശുവും ആ കുടുംബവുമായി രൂപപ്പെടുവാൻ കാരണമായി തീർന്നു. അവൾ ആ കുടുംബത്തിലേക്ക് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ ക്ഷണിച്ചു. യേശു ആ വീട്ടിൽ ചെന്നു. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുവിൻ്റെ ശുശ്രൂഷാകാലത്ത് യേശു വിശ്രമത്തിനായിട്ടും പലപ്പോഴും കർത്താവിൻ്റെ ഏറ്റവും കൂടുതൽ വിസിറ്റിംഗ് നടന്നതുമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ഭവനമായി നമുക്ക് മാർത്തയുടെയും മറിയയുടെയും ലാസറിൻ്റെയും ബഥാനിയയിലെ ഈ വീടിനെ കാണാൻ കഴിയുന്നുണ്ട്. സുവിശേഷങ്ങളിൽ പലയിടത്തും ഈ കുടുംബാംഗങ്ങൾ വെളിപ്പെട്ടു വരുന്നുണ്ട്. ലോകത്ത് മറ്റാരും ഇന്നേ വരെ യേശുവിൻ്റെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്താത്ത നിലയിൽ ഈ കുടുംബം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് താനും. അതിൽ അടുക്കളക്കാര്യം മുതൽ മരണാനന്തര കാര്യങ്ങൾ വരെയുള്ളതായ വലിയ വലിയ വിഷയങ്ങൾ യേശു ഈ കുടുംബവുമായി സംസാരിച്ചിട്ടുണ്ട്. യേശു ഒരു വീടിനെ ഓർത്ത് ഒരു കുടുംബത്തിൻ്റെ കണ്ണുനീരിൽ കർത്താവ് പങ്കുചേർന്നിട്ടുണ്ടെങ്കിൽ അത് ഈ കുടുംബത്തിൻ്റെ കണ്ണുനീരിലാണ്. ഞാൻ അതുകൊണ്ടാണ് ആദ്യമേ തന്നെ പറഞ്ഞത്, യേശുവുമായി ഈ കുടുംബത്തിന് ഒരിക്കലും പിരിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള അഭേദ്യമായിരിക്കുന്ന ഒരു ആത്മബന്ധത്തിൻ്റെ ബാന്ധവത്വമുണ്ടായിരുന്നു. നമ്മുടെ ജീവിതത്തിലും യേശുവുമായി ഒരു ബന്ധം ഇന്ന് രാവിലെ ഉണ്ടാക്കിയെടുക്കുവാൻ നാം തയ്യാറാകണം. യേശു ആ വീട്ടിലേക്ക് ആദ്യമായി കടന്നു ചെല്ലുമ്പോൾ യേശുവിനെ ശുശ്രൂഷിക്കുവാൻ, കർത്താവിൻ്റെ ശിഷ്യന്മാരെ ശുശ്രൂഷിക്കുവാൻ വലിയ തിടുക്കം ആ പ്രിയ കുടുംബത്തിലെ മാർത്ത എന്ന സഹോദരിക്കുണ്ടായിരുന്നു. വലിയ ജനത്തിരക്കൊന്നുമില്ല. അവിടെ ഉള്ളത് യേശുവിൻ്റെ കൂടെയുള്ള സന്തത സഹചാരികളായ ശിഷ്യന്മാരും കൂടാതെ ആ അയൽപ്രദേശത്തുള്ള കുറച്ച് മനുഷ്യരും. യെരുശലേമിൻ്റെ ഒരു കൾച്ചറേ അല്ല ഈ ബഥാനിയയിലെ ഉള്ളത്. അവിടെ വലിയ തിരക്കുകളാണെങ്കിൽ ഇവിടെ സ്വസ്ഥതയുണ്ട്. ഓരോരുത്തരും മാറി മരച്ചുവടുകളിലും പുറത്തും വെള്ളം കുടിച്ചും ചെറിയ ചെറിയ അടകൾ കഴിച്ചും മണ്ണടുപ്പിൽ ചൂളയ്ക്കകത്തുണ്ടാക്കിയെടുക്കുന്ന നല്ല അപ്പം ഭക്ഷിച്ചും വെന്ത പരിപ്പ് കൂട്ടിയുള്ളതായ ആഹാരങ്ങളും ചീരയും ചേർത്തുള്ളതായ സ്വാദ് ഭോജനവുമെല്ലാം കഴിച്ച് അവരിങ്ങനെ റെസ്റ്റ് ചെയ്യുന്ന ആ ഒരു നല്ല നേരത്ത് യേശുവിനെ സംബന്ധിച്ചിടത്തോളം ഹൃദയത്തിന് കുളിർമ പകരുന്ന നല്ല തിരുവായ് വചനങ്ങൾ അവിടുത്തെ അതിരത്തിൽ നിന്നും വീഴാറുണ്ട്. യേശുവിൻ്റെ അതിരത്തിൽ നിന്നും ഒഴിഞ്ഞ ആ വചനങ്ങൾ കേൾക്കുവാൻ ആ വീട്ടിലെ മറ്റൊരു സഹോദരിയായിരിക്കുന്ന മറിയം യേശുവിൻ്റെ പാദപീഠത്തിൽ തന്നെ ഇരുന്നു. തൻ്റെ സഹോദരി തന്നെ സഹായിക്കാൻ ഒരു ചപ്പാത്തി ഉണ്ടാക്കാൻ അടുക്കളയിലേക്ക് വരാതിരിക്കുന്നതിൽ സങ്കടപ്പെട്ടുകൊണ്ട് മാർത്ത യേശുവിൻ്റെ അടുക്കൽ പരാതിയുമായിട്ട് വന്നു. എൻ്റെ കർത്താവേ, അങ്ങിത് കാണുന്നില്ലേ? ഞാനിവിടെ കിടന്ന് കഷ്ടപ്പെടുകയാണ്. ഈ വിധത്തിൽ മറിയ തന്നെ സഹായിക്കാൻ വരുന്നില്ല എന്ന നിലയിൽ ഒരു സങ്കടവുമായി യേശുവിൻ്റെ അടുക്കലേക്ക് വരുമ്പോൾ യേശു മാർത്തയോടൊരു വാക്ക് പറയുന്നു. മാർത്തേ, മാർത്തേ, നീ പലതിനെയും ചൊല്ലി വിചാരപ്പെട്ടും നിൻ്റെ ഹൃദയം നുറുങ്ങിയുമാണിരിക്കുന്നത്. ചുരുക്കത്തിൽ അവൾ യേശുവിന് വേണ്ടി തൻ്റെ വീടിൻ്റെ കതക് തുറന്നപ്പോൾ യേശു പ്രവേശിച്ചത് അവളുടെ വീട്ടിലേക്ക് മാത്രമല്ല, മണ്ണിലും കല്ലിലും പണിതിരിക്കുന്ന ഒരു ചെറിയ ഗ്രഹത്തിൻ്റെ അങ്കണത്തിലേക്ക് മാത്രമല്ല യേശു പ്രവേശിച്ചത്. ആർക്കും ഇന്ന് വരെയും മനസ്സിലാക്കാൻ കഴിയാതിരിക്കുന്ന വളരെ കഷ്ടപ്പെടുന്ന ഒരു സ്ത്രീ എന്ന നിലയിൽ അവളുടെ ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങളിലേക്കും വേദനകളിലേക്കുമാണ് യേശു പ്രവേശിച്ചിരിക്കുന്നത്. യേശുവിന് വേണ്ടി നാം നമ്മുടെ വീട് തുറക്കുമ്പോൾ യേശു കടന്നു വരുന്നത് കേവലം നമ്മുടെ വീട്ടിലേക്ക് മാത്രമല്ല,
നമ്മുടെ മനോദുഃഖങ്ങളിലേക്ക് കൂടിയാണ്, നമ്മുടെ വേദനകളിലേക്ക് കൂടിയാണ്, നാം ആരോടും പങ്കുവെക്കാതെ കൊണ്ടു നടക്കുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ ഒറ്റപ്പെടലുകളിലേക്ക് കൂടിയാണ് യേശു കടന്നു വരുന്നത്. യേശു അവളുടെ വ്യസനങ്ങൾ അറിഞ്ഞിരുന്നു. യേശു അവളുടെ മനോവേദനകൾ അറിഞ്ഞിരുന്നു. അപ്പോൾ തന്നെ തൻ്റെ പാദപീഠത്തിലിരിക്കുന്ന മറിയയുടെ ഹൃദയത്തിൻ്റെ വചന കേൾവിയിലുള്ളതായ ആഹ്ലാദവും യേശു അറിഞ്ഞിരുന്നു. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ളതായ വിശ്വപ്രസിദ്ധമായിരിക്കുന്ന വചനം യേശു വിളംബരം ചെയ്തത് ഈ വീട്ടിൽ വെച്ചാണ്. ആ ഭവനം പിന്നീട് കർത്താവിനെ ശുശ്രൂഷിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. യേശുവിൻ്റെ പാതാരവൃന്ദങ്ങളിൽ മറിയ ഇരുന്നിരുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 39-ാമത്തെ വചനത്തിലാണ് അത് എഴുതിയിരിക്കുന്നത്. യേശു ആ വീട്ടിലിരുന്നപ്പോൾ മറിയ യേശുവിൻ്റെ കാൽക്കൽ തന്നെ ഇരുന്നിരുന്നു. യേശു അവളെക്കുറിച്ച് പറഞ്ഞ അവൾ നല്ല ഭാഗം, നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല അംശം ഏതാണ്? നാം തിരഞ്ഞെടുക്കേണ്ട നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല പോർഷൻ ഏതാണ്? ബൈബിൾ നമ്മളോട് പറയുന്നു, അത് കർത്താവിൻ്റെ പാദപീഠമാണ്, യേശുവിൻ്റെ പാദപീഠമാണ്. നമ്മുടെ വീട്ടിൽ നമുക്ക് യേശുവിൻ്റെ കാൽക്കലിരിക്കാൻ ഇടമുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലൊരു സ്ഥാനമാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് യേശുവിൻ്റെ കൂടെ, യേശുവിൻ്റെ കാൽക്കലിരിക്കാൻ ഒരല്പം സമയമുണ്ടെങ്കിൽ ആ ടൈമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ബെസ്റ്റ് ടൈം. യേശുവിൻ്റെ കാൽക്കൽ അവൾ ഇരുന്നു. അത് നല്ലൊരു അംശമാണ് അവൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ആരും അവളിൽ നിന്ന് അപഹരിക്കുകയില്ല എന്നും യേശു പറഞ്ഞു. അല്പമേ വേണ്ടു, അല്ല ഒന്നും മതിയെന്നും യേശു പറഞ്ഞു. ഇച്ചിരി നേരം മതി. തൻ്റെ പാദപീഠത്തിലിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് വലിയ 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 ശ്രേഷ്ഠതയോടുകൂടെ തന്നെയാണ് വിലയിരുത്തുന്നത്. നിങ്ങൾക്ക് മണിക്കൂറുകൾ പ്രാർത്ഥിക്കാൻ ഒരുപക്ഷെ ഇപ്പോൾ മനസ്സ് അനുവദിക്കുന്നില്ലായിരിക്കാം. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വേദനകളും വിങ്ങലുകളും നിമിത്തം അല്പമാത്രമായിട്ട് പ്രാർത്ഥിക്കാനേ നിങ്ങളുടെ മനസ്സാന്നിധ്യം നിങ്ങളെ അനുവദിക്കുന്നുണ്ടായിരിക്കില്ല. പക്ഷേ യേശുവിൻ്റെ കാൽച്ചുവട്ടിൽ ഇരിക്കുന്നത് പോലെ ഹൃദയത്തിൽ കണ്ട് യേശുവിൻ്റെ പാദപീഠത്തിന് ശുശ്രൂഷ ചെയ്യുന്നൊരു മനോഭാവത്തോടുകൂടെ കർത്താവിൻ്റെ തൃപ്പാദത്തിൽ എന്നതുപോലെ നിങ്ങൾ അല്പനേരം ചെലവഴിക്കും. അത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ബെസ്റ്റ് ടൈം ആയിരിക്കും. എത്ര കൊള്ളുവേലാത്ത നേരത്തിലൂടെ ലൈഫ് കടന്നു പോകുമ്പോഴും, നമുക്കൊട്ടും ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടി വരുമ്പോഴും, നമുക്കൊരിക്കലും സഹിക്കാൻ വയ്യാത്ത ആൾക്കാരുടെ കൂടെ നാം വർക്ക് ചെയ്യേണ്ടി വരുമ്പോഴും, നമ്മളെ സംബന്ധിച്ചിടത്തോളം നാം യേശുവിൻ്റെ പാദപീഠത്തിൽ എഴുന്നേറ്റ് ഇരുന്നവരാണെങ്കിൽ നമുക്കതിൻ്റെ വ്യത്യസ്തതയും മാറ്റവും നമ്മുടെ ജീവിതത്തിൽ വ്യക്തമായി തന്നെ കാണാൻ കഴിയും. യേശുവിൻ്റെ പാദപീഠം അത് ഏറ്റവും നല്ലൊരു ഭാഗമാണ്. അവൾ തിരഞ്ഞെടുത്ത ഏറ്റവും നല്ല അംശം കർത്താവിൻ്റെ പാദപീഠത്തിൽ ഇരിക്കുക എന്ന് പറയുന്ന ആ ഒരു മനോഭാവമായിരുന്നു. ആദ്യം അവൾ യേശുവിൻ്റെ കാൽക്കലിരുന്നു. യേശുവിൻ്റെ പാദപീഠത്തിൽ അവൾ നല്ല അംശം തിരഞ്ഞെടുത്തു. ഇനിയും യോഹന്നാൻ 11:1 മുതൽ 44 വരെയുള്ള വചനത്തിൽ ഈ കുടുംബമാണ് വിളംബരം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. 44ഓളം വചനങ്ങൾ ഈ കുടുംബത്തിന് വേണ്ടി മാത്രം എഴുതിയിരിക്കുകയാണ്. തീർന്നില്ല. 12-ാം അധ്യായം, യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വചനത്തിലും ഈ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത്രത്തോളം വിശുദ്ധ തിരുവെഴുത്തിൻ്റെ വചന വഴികളിൽ ഈ ഫാമിലിയെക്കുറിച്ച് എഴുതത്തക്ക വിധം കർത്താവ് പ്രാധാന്യത കൽപ്പിച്ചിരുന്നു. പരിശുദ്ധാത്മാവ് എഴുത്തുകാരനെ കൊണ്ട് തൂലിക ചലിപ്പിക്കുമ്പോൾ ഈ കുടുംബത്തിൻ്റെ കാര്യം എഴുതുക എന്നുള്ള നിയോഗം പ്രത്യേകം നൽകിയിരുന്നു. യേശുവിന് വേണ്ടി അല്പസമയം നൽകിയാൽ നിങ്ങൾ കൂടുതൽ സമയം ദൈവത്തിൻ്റെ കണ്ണിൽ വെളിപ്പെടുക തന്നെ ചെയ്യും. നിങ്ങൾ അല്പനേരം കർത്താവിന് നൽകിയാൽ ദൈവം ഒരു വലിയ നേരം നിങ്ങൾക്ക് തിരിച്ചു തരും. ഞാൻ മുമ്പ് പറഞ്ഞത് മറക്കരുത്, ഇതൊരു വിത്ത് പോലെയാണ്. ഇന്ന് വിതച്ചാൽ വലിയൊരു വിളവെടുപ്പ് പിന്നാലെ വരുന്നുണ്ട്. യേശുവിൻ്റെ പാദപീഠത്തിൽ പരിമള തൈലം പൂശിയതും തലമുടികൾ കൊണ്ട് തുവർത്തിയതും ഈ പ്രിയപ്പെട്ട മറിയമായിരുന്നുവെന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അവൾ യേശുവിൻ്റെ കാൽക്കലിരുന്നു. യേശുവിൻ്റെ പാദത്തെ അവൾ പരിമള തൈലം പൂശി ആരാധിച്ചു. തലമുടികൾ കൊണ്ട് അവൾ യേശുവിൻ്റെ പാദം തുടച്ചു. പിന്നീട് തൻ്റെ സഹോദരൻ മരിക്കുന്ന നിമിഷത്തിൽ യേശു 4 ദിവസം കഴിഞ്ഞാണ് ആ കുടുംബത്തിലേക്ക് വരുന്നത്. നമുക്കറിയാം. യേശുവിനെ അപ്പോഴും സ്വീകരിക്കുന്നത് മാർത്തയാണ്. കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ഞാൻ തന്നെയാണ് പുനരുദ്ധാനവും ജീവനും, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്നുള്ള യേശുവിൻ്റെ ഏറ്റവും വലിയ പ്രത്യാശയുടെ വാക്ക് വെളിപ്പെടുന്ന വേദിയും ഈ കുടുംബവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ഇത് കഴിഞ്ഞിട്ട് മാർത്ത ഓടുകയാണ്. വീടിനകത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന തൻ്റെ സഹോദരിയുടെ അടുക്കൽ ചെന്നിട്ട് മാർത്ത ഒറ്റ വാക്ക് പറയുന്നു, ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു. ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു. കരഞ്ഞു കലങ്ങിയ കണ്ണുമായി വീട്ടിൽ നിന്നും കരഞ്ഞുകൊണ്ട് ഇറങ്ങി ഓടുന്ന ആ പെൺകുട്ടിയുടെ പിന്നാലെ ആ കുടുംബത്തിൽ അയൽക്കാരൊക്കെയായി വന്നിരിക്കുന്ന മറ്റ് യഹൂദരും കൂടെ ഇറങ്ങി ഓടി. അവൾ അവൻ്റെ കല്ലറയ്ക്കൽ കരയാൻ പോവുകയാണെന്ന് കരുതിയാണ് എല്ലാവരും ഓടുന്നത്. അവൾ ഓടിച്ചെന്നു
ബൈബിൾ പറയുന്നു, അവൾ യേശു ഇരിക്കുന്നിടത്ത് മറിയെത്തി അവനെ കണ്ടിട്ട് അവൻ്റെ കാൽക്കൽ വീണു. യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം 32-ാമത്തെ വചനം. യേശു ഇപ്പോൾ ആ വീട്ടിലല്ല. ആ വീടിനും ലാസറിൻ്റെ കല്ലറയ്ക്കും ഇടയ്ക്കുള്ളൊരു സ്ഥലത്താണ് യേശു ഇരിക്കുന്നത്. നടന്നു പോകുന്ന വഴികളിൽ കർത്താവിന് വിശ്രമത്തിനുള്ള ഒത്തിരി ഇടങ്ങൾ ആ ഇടങ്ങളിലെല്ലാം ഉണ്ടായിരുന്നുവെന്ന് ഇത് നമ്മോട് പറയുന്നു. ആ വീട്ടിലേക്ക് കർത്താവ് കയറിയിട്ടില്ല. ദുഃഖസാന്ദ്രമായ ഭവനത്തിലേക്ക് ഞാൻ കയറണമെങ്കിൽ 4 ദിവസം മുമ്പ് നിൻ്റെ ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങിപ്പോയി നിൻ്റെ സഹോദരനെ കൂട്ടിയിട്ടേ ഉള്ളൂ എന്നുള്ള തീരുമാനം നസ്രായൻ്റെ ഉള്ളിൽ ഇതിനോടകം തന്നെ രൂപപ്പെട്ടിട്ടുണ്ട്. ഞാൻ ആ വീട്ടിലേക്ക് ശൂന്യമായിട്ടല്ല കയറി വരാൻ പോകുന്നത്. 4 ദിവസം മുമ്പ് ശീലയിൽ പൊതിഞ്ഞ് ആ വീട്ടിൽ നിന്ന് ഒരുവനെ എടുത്തുകൊണ്ട് പോയില്ലേ, അവൻ്റെ കരം പിടിച്ചായിരിക്കും മാർത്തയെ മറിയെ ഞാൻ ആ വീട്ടിലേക്ക് വരുന്നത്. കർത്താവിനെ സ്നേഹിച്ചാൽ മരണം പോലും കവർന്നെടുത്തത് തിരിച്ചു വരുമെന്നുള്ള യാഥാർത്ഥ്യം ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. കർത്താവിനെ സ്നേഹിച്ചാൽ, കർത്താവിനെ ആദരിച്ചാൽ, യേശുവിനെ ജീവൻ്റെ ജീവനായി കൈക്കൊണ്ടാൽ നമ്മുടെ ലൈഫിൽ നിന്ന് കൈവിട്ടു പോയതൊന്നും നഷ്ടമാകുന്നില്ല. കർത്താവ് അത് തിരികെ തരുവാൻ മതിയായവനായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നുള്ള വ്യക്തമായിരിക്കുന്ന ധൈര്യവും ഉറപ്പും ഈ തിരുവചനം നമുക്ക് നൽകുന്നു. യേശു ആ വീട്ടിൽ കയറിയില്ല. ഇപ്പോൾ ഇന്നലെ വരെ ആ വീട്ടിൽ, അല്ലെങ്കിൽ കഴിഞ്ഞ ദിനങ്ങൾ വരെ ആ വീട്ടിൽ വരുമ്പോൾ ചിരിച്ചുകൊണ്ട് തന്നെ ശുശ്രൂഷിക്കുവാനുള്ളവൻ ഇന്ന് ആ വീട്ടിലില്ല. യേശുവിനെ ആ വീട്ടിലേക്ക് വരുമ്പോൾ അവനെ കൂടെ കൂട്ടിക്കൊണ്ടു പോകുക എന്നതാണ് കർത്താവിൻ്റെ തീരുമാനം. യേശു ലാസറിൻ്റെ മരണവാർത്തയെക്കുറിച്ച് തൻ്റെ ശിഷ്യരോട് പറയുന്നുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട സ്നേഹിതനായിരിക്കുന്ന ലാസർ മരിച്ചുപോയി, അവൻ ഉറങ്ങുകയാണ്, നിദ്രയിലാണ്, ഞാൻ അവനെ ഉണർത്തുവാൻ പോകുന്നു. ഈ ഒരു വാക്ക് പറഞ്ഞിട്ടാണ് തൻ്റെ ശിഷ്യരെയും കൂട്ടിക്കൊണ്ട് യേശു അവിടേക്ക് വരുന്നത്. മറിയ ഓടിച്ചെന്നു കർത്താവിൻ്റെ കാൽക്കൽ വീണു. നോക്കൂ, എപ്പോൾ യേശുവിനെ കണ്ടാലും മറിയ തിരഞ്ഞെടുക്കുന്നത് ആ നല്ല ഭാഗമാണ്, യേശുവിൻ്റെ പാദം. യേശു ആദ്യമായി വീട്ടിൽ വന്നപ്പോൾ അവൾ പാദപീഠത്തിൽ ഇരുന്നു. പിന്നീട് അവൾ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യങ്ങളിൽ ചെലവിട്ട് സ്വച്ഛ ജലമാംസി തൈലം, പരിമള തൈലം വാങ്ങി അവൾ യേശുവിൻ്റെ കാലിലൂറ്റി. യേശുവിൻ്റെ കാലിനെ തൻ്റെ തലമുടികൾ കൊണ്ട് അവൾ തുവർത്തി. ഇപ്പോൾ യേശു ഒരു പുറത്തൊരു സ്ഥലത്തിരിക്കുകയാണ്. അവൾ യേശുവിൻ്റെ അരികിലേക്ക് ഓടി. അവിടെ ചെന്നിട്ടും കർത്താവിൻ്റെ കാൽക്കൽ അവൾ കമിഴ്ന്നു വീണു. അവൾ ഇരിക്കുന്നു. അവൾ യേശുവിൻ്റെ പാദത്തിൽ തൈലം പൂശുന്നു. യേശുവിൻ്റെ പാദത്തെ തലമുടികൾ കൊണ്ട് 2-ാം അവസരത്തിൽ തുടയ്ക്കുന്നു. ഇപ്പോൾ അവൾ യേശുവിൻ്റെ കാൽക്കൽ കമിഴ്ന്നു വീഴുന്നു. കരഞ്ഞുകൊണ്ട് തൻ്റെ പാദപീഠത്തിൽ വീണ് കിടക്കുന്ന മറിയമിനെ മെല്ലെ എഴുന്നേൽപ്പിച്ചിട്ട് യേശു പിന്നീട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, അവനെ എവിടെയാകുന്നു വെച്ചത്? യേശു അവരുടെ വേദനയും നെടുവീർപ്പും കണ്ട് കണ്ണീർ വാർത്തു എന്നാണ് എഴുതിയിരിക്കുന്നത്. ബൈബിളിൽ ഒരിടത്തും യേശു ചിരിച്ചു എന്ന് എഴുതിയിട്ടില്ല. യേശു പൊട്ടിച്ചിരിച്ചു എന്ന് എഴുതിയിട്ടില്ല. യേശു ആഹ്ലാദപൂർണനായി ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു പൊട്ടിച്ചിരിയുടെ രംഗം ബൈബിളിൽ എഴുതിയിട്ടില്ല. പക്ഷേ യേശു കരഞ്ഞു എന്ന് ബൈബിളിൽ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു. അവിടുന്ന് നമ്മുടെ വേദനകളോടുകൂടെ, നമ്മുടെ നൊമ്പരങ്ങളോടുകൂടെ ഇഴകിച്ചേർന്നവനാണ്. കർത്താവിത ഇവിടെ കരയുന്നു. ഒരുപക്ഷെ താൻ പുനരുത്ഥാനവും ജീവനുമാണ് എന്ന് പറഞ്ഞിട്ടും തന്നിൽ വിശ്വസിക്കാൻ കഴിയാതെ പോയ ആ കുഞ്ഞു കുടുംബത്തിൻ്റെ സങ്കടത്തിൻ്റെയും നെടുവീർപ്പിൻ്റെയും അവിശ്വാസത്തിൻ്റെയും ഒക്കെ വേദന കണ്ടിട്ടാകാം കർത്താവിൻ്റെ കണ്ണ് നിറഞ്ഞത്. യേശു പറയുന്നു, അവനെ വെച്ചത് എവിടെ? എന്നിട്ട് യേശു അവിടെ പറയുന്നൊരു വാക്കുണ്ട്, കല്ല് നീക്കുവീൻ, ലാസറെ പുറത്തു വരിക. 4-മതൊരു വാക്ക് യേശു പറയുന്നു, അവൻ്റെ കെട്ടഴിപ്പീൻ, അവൻ പോകട്ടെ. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വന്നാൽ എല്ലാ മരണക്കെട്ടുകളും മാറിപ്പോകും. എല്ലാ സങ്കടത്തിൻ്റെ ബന്ധനങ്ങളും അഴിഞ്ഞു പോകും. എല്ലാ കൈവിട്ടുപോയ ബന്ധങ്ങളും പുനഃസ്ഥാപിക്കപ്പെടും. യേശു കാലുകുത്തിയ ആ വീട്ടിൽ ഈ കാര്യങ്ങളെല്ലാം നടന്നു എങ്കിൽ യേശു എങ്ങനെയോ പെട്ടെന്നൊരു നിമിഷം വന്നുപോയൊരു വീടായിട്ടല്ല ഈ ഭവനം ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പല അവസരങ്ങളിൽ, പല നേരങ്ങളിൽ യേശുവിന് ഈ വീട്ടിലൊരു സ്പേസ് ഉണ്ടായിരുന്നു. നിങ്ങളുടെ വീട്ടിൽ ഇതെന്നെ കേൾക്കുമ്പോൾ കർത്താവിന് വല്ലപ്പോഴുമൊക്കെ ഒരു അവസരമാണുള്ളതെങ്കിൽ അതിന്നും മാറണം. എന്നും കർത്താവിന് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്നൊരു ജീവിതമായി നമ്മുടെ ഭവനവും ശരീരവും മാറണം. നമ്മുടെ മന്ദിരം കർത്താവിന് വേണ്ടി കംപ്ലീറ്റ്ലി അറേഞ്ച്ഡായി തീരട്ടെ. ഇന്നത്തെ ദൈവാലോചനയുടെ നടുവിൽ
നിങ്ങളുടെ ജീവിത ദുഃഖങ്ങളെ കർത്താവ് സ്പർശിക്കുകയാണ്. കർത്താവിൻ്റെ കുഞ്ഞുങ്ങളെ, ഒരുപാട് മാറ്റങ്ങൾ, രൂപാന്തരങ്ങൾ ഒരുക്കിക്കൊണ്ട് നമ്മുടെ കർത്താവായ യേശു, സാക്ഷാൽ പുനരുത്ഥാനവും ജീവനുമായവൻ, നമ്മുടെ ജീവിതത്തിലേക്ക് ഇന്ന് രാവിലെ കയറി വരികയാണ്. എവിടെയൊക്കെയോ നിങ്ങൾ മാനസികമായി ഉലഞ്ഞു പോകുന്നതും തളർന്നിരിക്കുന്നതും അവിടുന്ന് കാണുന്നു. എഴുന്നേൽപ്പിക്കുവാൻ, കല്ലറകളിൽ ബന്ധിക്കപ്പെട്ടതുപോലെ ആയ സാഹചര്യങ്ങളിൽ നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ യേശുവിൻ്റെ ഇടപെടൽ ഇന്ന് ജീവിതത്തിലുണ്ടാകും. കർത്താവിനെ, എൻ്റെ ജീവിതവും എൻ്റെ ഹൃദയവും ഞാൻ അങ്ങേയ്ക്കായി നൽകുന്നു. പാവത്തോടും അങ്ങയിൽ നിന്ന് അകന്നതായ ജീവിതത്തോട് ഞാൻ വിട പറഞ്ഞിട്ട് എപ്പോഴും യേശുവുമായുള്ളൊരു നല്ല ഹൃദയബന്ധത്തിലേക്ക് എൻ്റെ മനസ്സിനെ ഞാനിന്ന് അടുപ്പിക്കുന്നു. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് യേശു ഇന്നു മുതൽ ഒരു സന്തത സഹചാരിത്വത്തിൻ്റെ അനുഭവമായി തീരത്തക്ക വിധം എൻ്റെ ഹൃദയത്തിൻ്റെ മൺകുടിലിൻ്റെ ആ ശാന്തസുന്ദരമായിരിക്കുന്ന ഏകാന്തതയിൽ എൻ്റെ കർത്താവിൻ്റെ വിശ്രമവേദികൾ ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് ദൈവത്തോട് പറയാം. യേശുവിന് മരിക്കുവാനുള്ളൊരിടമാണ് യെരൂശലേം നഗരം. പക്ഷേ യേശുവിനെ വിശ്രമിക്കുവാനുള്ളൊരു വീടായിരുന്നു ബഥാനിയിലെ ഭവനം. 3 കിലോമീറ്ററിൻ്റെ വ്യത്യാസമേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. ആ 3 കിലോമീറ്ററിൻ്റെ അപ്പുറത്ത് മറുവശത്ത് യേശു കടന്നു ചെല്ലുമ്പോഴൊക്കെയും ഒരു കൂട്ടം പരീശവൃന്ദങ്ങൾ കർത്താവിനെ വിമർശനാത്മകമായും കർത്താവിന് നേരെ വല്ലാത്ത നിലയിൽ ആക്രോശപരമായും ഒക്കെയാണ് പെരുമാറുന്നത്. എന്നാൽ യേശുവിന് അല്പം സ്വസ്ഥത കിട്ടിയതും യേശുവിൻ്റെ മനസ്സിന് സമാധാനം ഒരുങ്ങപ്പെട്ടതുമൊക്കെ ഇപ്പുറത്ത് ഈ ബഥാനിയുടെ ആ ഗ്രാമീണ അന്തരീക്ഷത്തിലെ ആ കുഞ്ഞു മൺകുടിലിലാണ്. നമ്മൾ കർത്താവിന് ഈ വിധത്തിൽ ഹൃദയം കൊണ്ടൊരു ട്രീറ്റ് നൽകുന്നവരായി മാറണം. ദൈവം ഇന്ന് രാവിലെ നമ്മളിൽ പ്രമോദിക്കട്ടെ. യേശുവുമായുള്ള നമ്മുടെ ബന്ധം എന്തിൻ്റെ പേരിലാണ് എന്ന് ചോദിച്ചാൽ അത് കേവലം ചില ഭൗതിക സാഹചര്യങ്ങളുടെ മാത്രം മേന്മയുടെ പേരിലാകരുത്. കേവലം ആത്മീയതയുടെ മാത്രം ഒരു അഡ്രസ്സിൻ്റെ പേരിലുമാകരുത്. ഇത് രണ്ടും നല്ലതല്ല. നല്ലതല്ല എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നിർത്തരുത്. അതിനതീതമായി യേശുവിന് നമ്മളുമായി ഒരു വല്ലാത്ത ഇഴയെടുപ്പം ഉണ്ടാകണം. വല്ലാത്തൊരു സ്നേഹാനുഭവം ഉണ്ടാകണം. യേശുവിന് എപ്പോഴും വന്നൊന്ന് തലചായ്ക്കാൻ കഴിയുന്നൊരു അനുഭവം നമ്മുടെ ജീവിതം കൊണ്ടും കർത്താവിന് കൊടുക്കാൻ നമുക്ക് പറ്റണം. എല്ലാവരും പറയുന്നത് നമുക്ക് കർത്താവിന് മാർവിൽ തലചായ്ക്കാം എന്നാണ്. ശരിയാണ്. പക്ഷെ തിരിച്ചുമായിക്കൂടെ? അത്രത്തോളം ഹൃദ്യമായിക്കൂടെ ആ ബന്ധം? ദൈവം അതൊക്കെ അർഹിക്കുന്നുണ്ട്. യേശു അതൊക്കെ അർഹിക്കുന്നുണ്ട്. ചിലപ്പോഴൊക്കെ എൻ്റെ കുഞ്ഞുങ്ങളുടെ മടിയിൽ ഞാൻ തലവെക്കും. അവരുടെ കാലിന് വേദന എടുക്കുമെന്ന് എനിക്കറിയാം. എന്തിനാ അത് ചെയ്യുന്നത്? അത് സ്നേഹത്തിൻ്റെ കൂടുതൽ കൊണ്ടാണ്. കർത്താവ് അത്രത്തോളം നമുക്ക് അനുവദിക്കപ്പെടുന്നതിനാൽ നമുക്ക് സ്തോത്രം ചെയ്യാം. യേശു നമുക്ക് അത്രത്തോളം അനുഭവേദ്യമായി തീരട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ പകൽ കർത്താവിനെ ഉള്ളുകൊണ്ട് ട്രീറ്റ് ചെയ്യാൻ, ഉള്ളിൻ്റെ ഉള്ളിൽ യേശുവിന് വേണ്ടി ആ ഇടമൊരുക്കാൻ നമുക്കൊന്ന് മനസ്സ് തുറക്കാം. ഇന്നത്തെ പ്രവചന തോതിൽ ഒത്തിരി മാറ്റങ്ങളും ഒരുപാട് രൂപാന്തരങ്ങളും ഒരുപാട് വിടുതലുകളും നടന്നിട്ടുണ്ട്, എനിക്ക് ഉറപ്പാണ്. നിങ്ങളെ അലട്ടുന്ന ഒത്തിരി വിഷയങ്ങൾ ഇതിനോടകം മാറിയിട്ടുണ്ട്. ദൈവം നിങ്ങളുടെ കാര്യത്തിൽ ഏറ്റവും ആത്മാർത്ഥതയോട് പ്രവർത്തിക്കുന്നൊരു പകലാണിത്. നമുക്ക് കർത്താവിലേക്ക് നമ്മുടെ ജീവിതത്തെ ഉയർത്താം. ഞങ്ങളങ്ങേ സ്നേഹിക്കുന്ന യേശുവേ, ഞങ്ങളുടെ ജീവൻ്റെ ജീവനും ഞങ്ങളുടെ സകല പ്രതീക്ഷകൾക്കും മീതെ വാഴുന്നവനും ഞങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളെക്കാൾ ഞങ്ങൾക്ക് വലിയവനുമായ സ്നേഹനിധിയായ ഞങ്ങളുടെ പരമേശ്വരേ, ഇന്ന് പകൽ ഞങ്ങളുടെ ഉള്ളു തുറന്ന് ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു, സ്തുതിക്കുന്നു. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ സങ്കടങ്ങളും ദുഃഖങ്ങളും യുദ്ധങ്ങളുമാണ്. ഈ തിരുവഴുത്തിൻ്റെ സമാധാനം കൊണ്ട് മനസ്സുകളെയും സകല ജീവിതങ്ങളെയും ആശ്വസിപ്പിക്കണമേ. നാഥ, മാനസിക വ്യഥകളും സങ്കടങ്ങളും ഉള്ളിൽ നിറയുമ്പോൾ നിൻ്റെ ഉള്ളം പലതിനെ ചൊല്ലി വിചാരപ്പെട്ടിരിക്കുന്നു എന്ന് മാർത്തയോട് പറഞ്ഞ് അവളുടെ ഹൃദയം കണ്ടവൻ
തൻ്റെ പാദപീഠത്തിലെങ്കിലും ഒരല്പം അഭയം, സമാധാനം കൈക്കൊള്ളുവാൻ വന്നിരിക്കുന്ന മറിയത്തിൻ്റെ ഹൃദയം കണ്ടവൻ, ലാസറിൻ്റെ സ്നേഹം കണ്ട് എൻ്റെ സ്നേഹിതൻ എന്ന് ലാസറിനെക്കുറിച്ച് പറഞ്ഞവൻ, എൻ്റെ യേശുവേ അങ്ങാണല്ലോ. ഞങ്ങളെക്കുറിച്ച് കർത്താവ് അങ്ങേക്ക് ഞങ്ങളുമായൊരു നല്ല ബന്ധമുണ്ടെന്ന് പറയത്തക്ക വിധമുള്ള ഒരു മനസ്സാന്നിധ്യത്തിലേക്ക് ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. ഇന്നെൻ്റെ വാക്കുകളെ കേട്ട് എനിക്കൊപ്പം പ്രാർത്ഥിക്കുന്ന എൻ്റെ എല്ലാ സഹോദരങ്ങളെയും യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ, അങ്ങ് വലിയവനാണ്. അങ്ങ് സാക്ഷാൽ പുനരുദ്ധാനവും ജീവനുമാണ്. അങ്ങയിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന അങ്ങയിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരണം കാണുകയുമില്ല. അങ്ങയ്ക്കെല്ലാം കഴിയും. ഒരു കാര്യവും അങ്ങയ്ക്ക് അസാധ്യമല്ല. ഇന്ന് പകൽ മുഴുവൻ അങ്ങ് ഞങ്ങളുടെ കൂടെയുണ്ട്. ആ ഒരു ഉറപ്പിൽ ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് നൽകുന്ന വലിയ ശാന്തിക്കും സമാധാനത്തിനായിട്ടും സ്തോത്രം. ഒത്തിരി മാനസിക വേദനകളെ മെഴുകുപോലെ ഉരുക്കിക്കളഞ്ഞ് ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ നട്ടിരിക്കുന്ന ഈ മനസ്സാന്നിധ്യത്തിനും സ്വസ്ഥതയ്ക്കും ഞങ്ങൾ നന്ദി പറയുന്നു. പ്രാർത്ഥിച്ച് ഇവരെ അനുഗ്രഹിക്കുന്നപ്പാ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ധാരാളമായി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശുവിന് ഒരു വീട്ടിൽ പ്രഥമ സ്ഥാനമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ യേശു ആ വീടിന് വേണ്ടി മറ്റൊരിടത്തും ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറായി. ആ വീട്ടിലുള്ളവർക്കെല്ലാം യേശുവിനോട് മറ്റുള്ളവർക്കുള്ളതിനേക്കാൾ കൂടുതൽ ഒരാത്മബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കുടുംബത്തിൽ യേശു തൻ്റെ ആത്മബന്ധത്തിൻ്റെ മഹിമ വെളിപ്പെടുത്തി. മരിച്ചവനെ എനിക്ക് ജീവിപ്പിക്കാൻ പറ്റും എന്നുള്ളതായ തെളിവിനേക്കാൾ അതീതമായി, മരിച്ചാലും എൻ്റെ ബന്ധം, എൻ്റെ സ്നേഹം മരിക്കില്ല, ജീർണിക്കില്ല എന്നതിൻ്റെ തെളിവായി കർത്താവ് ആ പുനരുദ്ധാനം അവിടെ രൂപപ്പെടുത്തി. നമ്മുടെ ജീവിതത്തിലും ഇന്നത് നടക്കും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എല്ലാ വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും കോട്ടയത്തെ ലോഗോസ് ജംഗ്ഷനിൽ MK ടവറിൽ നമ്മളുടെ ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചർച്ചിൻ്റെ ക്രിസ്തീയ ശുശ്രൂഷകൾ നടക്കുന്നു. ഞാൻ നിങ്ങളെ അതിലേക്ക് ക്ഷണിക്കുന്നു. വരിക. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ ദൂത് മറ്റുള്ളവർക്ക് പങ്കുവെക്കാൻ മറക്കരുത്. ഗോഡ് ബ്ലസ് യു. ആമേൻ.